മഹത്വം ഉണ്ടാകട്ടെ. ഈ സമയം എൻ്റെ സാക്ഷ്യം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ദൈവം തന്ന ഈ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് ബിജു എന്നാണ്. എൻ്റെ സ്വദേശം എറണാകുളം ജില്ലയിൽ പിറവത്തിനടുത്ത് മണിയുടെ എന്ന സ്ഥലമാണ്. ഞാൻ എൻ്റെ അനുഭവം നിങ്ങളോട് പങ്കുവയ്ക്കുന്നു. ഞാൻ യേശുവിനെ കണ്ടുമുട്ടുവാൻ ഇടയായിത്തീർന്നത് എങ്ങനെയെന്ന് എൻ്റെ അനുഭവ സാക്ഷ്യത്തിലൂടെ നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഞാൻ വളർന്നപ്പെട്ട സാഹചര്യം എന്ന് പറയുന്നത്, ഞാനൊരു ക്രിസ്തീയ യാക്കോബായ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. വളരെ പാരമ്പര്യമായി, വളരെ ഭക്തിയോടും വളരെ തീക്ഷ്ണതയോടും കൂടെ നിൽക്കുന്ന ഒരു ഭവനമായിരുന്നു എൻ്റെ ഭവനം. ഞങ്ങൾ 3 സഹോദരങ്ങളും മമ്മിയും. എന്നാൽ ചെറുപ്രായത്തിൽ എൻ്റെ ഭവനം ഒരു സാധാരണ ഒരു നിലവാരത്തിൽപ്പെട്ട ഒരു ഭവനമായിരുന്നു. പപ്പയും മമ്മിയും ഞങ്ങളെല്ലാം വളരെ സന്തോഷത്തോടെ ആ ഭവനത്തിൽ ഞങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ഒരിക്കൽ എൻ്റെ പപ്പക്കാരായിരുന്നു എൻ്റെ മാതാപിതാക്കന്മാർ. അങ്ങനെ ഒരിക്കൽ മമ്മിയും പപ്പയും റബ്ബർ വെട്ട് തൊഴിലാളികളാണ്. ഒരു ദിവസം മമ്മി ഇങ്ങനെ റബ്ബർ വെട്ടിക്കൊണ്ടിരുന്ന ഒരു വീട്ടിൽ റബ്ബർ വെട്ടിക്കൊണ്ടിരുന്ന അവരെ ഒരു ദിവസം ഒരു ബൈബിള് മമ്മിക്ക് കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവർ ഒരു ബൈബിളിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കുറച്ച് മമ്മിയോട് ഷെയർ ചെയ്യാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ മമ്മിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അത് പറയുന്നത് അതുപോലെ കേൾക്കുമെങ്കിലും അത് ബൈബിളിലുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഉണ്ടെങ്കിൽ മാത്രം അത് അംഗീകരിക്കുന്ന ഒരു സ്വഭാവം മമ്മിക്കുണ്ടായിരുന്നു. ഇവർ പറഞ്ഞ കാര്യങ്ങൾ, ഒരു അമ്മച്ചിയായിരുന്നു. ആ അമ്മച്ചി പറഞ്ഞ കാര്യങ്ങൾ വീട്ടിൽ വന്ന് പരിശോധിച്ച് നോക്കി, ബൈബിളെടുത്ത് പരിശോധിച്ച് നോക്കിയപ്പോൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, ഇവർ പറഞ്ഞ പോലെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് മമ്മിക്ക് കാണുവാനായിട്ട് സാധിച്ചു. എങ്കിൽ തന്നെയും മമ്മി ദൈവത്തോട് പ്രാർത്ഥിച്ചത്, കർത്താവേ, അങ്ങനെയെങ്കിൽ ഈ ബൈബിൾ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ പോകുന്ന സ്ഥിതി, ഇപ്പോൾ പോകുന്ന നിലവാരം വ്യത്യസ്തമാണല്ലോ എന്ന് മമ്മി ഉള്ളിൽ ചിന്തിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ മമ്മി കൂടുതൽ മറ്റുള്ളവരെക്കാൾ ഉപരിയായി ദൈവവചനം വായിക്കുവാനായിട്ട് തുടങ്ങി. ദൈവവചനം വായിച്ചു കഴിഞ്ഞപ്പോൾ മമ്മിക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാകുവാനായിട്ട് ഇടയായിത്തീർന്നു. ദൈവത്തെ യഥാർത്ഥമായി സ്നേഹിക്കേണ്ടത് എങ്ങനെയാണെന്നും ദൈവത്തിന് വേണ്ടി ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നും തിരുവചനത്തിലൂടെ മമ്മിക്ക് മനസ്സിലാക്കുകയും കൂടുതൽ ഉപദേശങ്ങൾ മറ്റുള്ളവരോട് ചോദിക്കുകയും അത് അങ്ങനെ തന്നെയോ എന്ന് ബൈബിൾ മുഖാന്തരം ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ പപ്പയുടെ സ്വഭാവം, പപ്പ വളരെ പാരമ്പര്യമായി, വളരെ 2 കുടുംബക്കാരും വളരെ ശക്തമായി നിൽക്കുന്ന ഒരു കുടുംബമാണ്. യാക്കോബ് പാരമ്പര്യത്തിൽ വളരെ ശക്തമായി നിൽക്കുന്ന ഒരു പാരമ്പര്യമാണ് ഞങ്ങളുടേത്. എന്നാൽ പപ്പയ്ക്ക് ഇതൊന്നും ഇഷ്ടമല്ലായിരുന്നു. ബൈബിൾ വായിക്കുന്നതോ അല്ലെങ്കിൽ മറ്റുള്ള ദൈവത്തെ കൂടുതൽ സ്തുതിക്കുന്നതോ ഒന്നും പപ്പയ്ക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ലായിരുന്നു. എന്നാൽ മമ്മി ഇങ്ങനെ ദൈവത്തോട് വളരെ അടുത്ത് ബൈബിൾ വായിക്കുമ്പോഴെല്ലാം ദൈവത്തോട് ചോദിച്ചുകൊണ്ട്, കർത്താവേ, ഇതാണ് ശരിയെങ്കിൽ ഞാൻ നിന്നെ ഈ വചനം പറയുന്നത് പോലെ പിൻപറ്റുവാൻ, ദൈവത്തെ സേവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു മമ്മി തീരുമാനമെടുക്കുകയും അങ്ങനെ അതിന് സ്ഥിതി ബൈബിൾ പ്രകാരം തന്നെ ഉള്ളത് ആണോ എന്ന് മമ്മി ഒന്നുകൂടെ പരിശോധിക്കുകയും, എന്നാൽ യഥാർത്ഥമായ ദൈവത്തെ സേവിക്കുവാനും ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി മമ്മി ഉള്ളിൽ തീരുമാനിച്ചു. എന്നാൽ പപ്പ അതിനൊന്നും ഇഷ്ടമല്ലായിരുന്നു, അതിനൊന്നും ഭയങ്കര തടസ്സമായിരുന്നു. മമ്മി ആദ്യമെല്ലാം ഇങ്ങനെ ഒളിച്ചും പാത്തും ഒക്കെ ഇങ്ങനെ പ്രാർത്ഥനാ കൂട്ടങ്ങളിൽ മമ്മി പോവുമായിരുന്നു. എന്നാൽ എങ്ങനെയെങ്കിലും അത് മമ്മി തിരിച്ചു വരുമ്പോൾ പപ്പയെ അറിയും. അങ്ങനെ പപ്പ ഭയങ്കര കോപമുണ്ടാകുകയും മമ്മിയെ വളരെയധികം ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു. എനിക്ക് 5 വയസ്സ് പ്രായമാണ് എന്നുള്ളത്. എൻ്റെ അനിയന് 4 വയസ്സ്, എൻ്റെ ചേച്ചിക്ക് 6 വയസ്സുണ്ട്. എന്നാൽ ഞങ്ങളെല്ലാം കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത്. എന്നാൽ മമ്മി വളരെ മമ്മി ബൈബിൾ വായിച്ചു കഴിഞ്ഞപ്പോൾ അത് സത്യമാണെന്ന് മമ്മി ഗ്രഹിക്കുകയും അതിനുവേണ്ടി ജീവിക്കാൻ മമ്മി ആഗ്രഹിക്കുകയും ചെയ്തു. എന്നാൽ അങ്ങനെയുള്ള ഒരു കൂട്ടം പെന്തക്കോസ് കൂട്ടമാണെന്ന് മമ്മി മനസ്സിലാക്കുകയും ആ കൂട്ടത്തിൽ മമ്മി പ്രാർത്ഥനയ്ക്ക് പോവുകയും ചെയ്തു. എന്നാൽ പപ്പ ആ സമയം വളരെ നല്ലൊരു കരാട്ടാഭ്യാസിയായിരുന്നു. എന്നാൽ ആ സമയത്ത് മമ്മിയെ വളരെ ക്രൂരമായി മർദ്ദിക്കുക പതിവായിരുന്നു. ആ പ്രാർത്ഥനയ്ക്ക് പോയി മടങ്ങി വരുമ്പോൾ വളരെയധികം ഉപദ്രവിക്കുന്ന ഒരു രീതി പപ്പയ്ക്കുണ്ടായിരുന്നു. ഞങ്ങൾ കുഞ്ഞുങ്ങളാണെന്ന് ഞങ്ങൾ എല്ലാം വാവിട്ട് കരയാൻ മാത്രമേ ഞങ്ങൾക്ക് കഴിഞ്ഞിരുന്നുള്ളൂ.
എന്നാൽ മമ്മി ഇതൊന്നും വകവയ്ക്കാതെ ഇത് അറിഞ്ഞ ദൈവത്തെ സേവിക്കുവാൻ, സത്യം അതാണെങ്കിൽ ആ സത്യദൈവത്തെ സേവിക്കണം എന്നുള്ളൊരു ആഗ്രഹം മമ്മിയുടെ ഉള്ളിലുണ്ടാകുകയും ഒന്നിനെയും വകവയ്ക്കാതെ മമ്മി ആ ദൈവത്തെ സേവിക്കുകയും ചെയ്തു. എന്നാൽ മറ്റുള്ള രീതിയിലൊന്നും മമ്മി മറ്റുള്ള മോശമായ വഴിയിലൊന്നും മമ്മി പോയില്ല. പപ്പേനെ അനുസരിക്കുകയും പപ്പയ്ക്ക് കീഴ്പ്പെടുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ദൈവത്തെ സേവിക്കുവാൻ ദൈവത്തെക്കാൾ ഉപരിയായിട്ട് മറ്റൊരാളെ സേവിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ അനുസരിക്കുക എന്നുള്ളത് മമ്മി പറഞ്ഞ് ദൈവത്തെയാണ് കൂടുതൽ നമ്മൾ അനുസരിക്കേണ്ടത്. ദൈവവചനം എന്തു പറയുന്നു അതുപോലെ ജീവിക്കുവാൻ മമ്മി ഹൃദയത്തിൽ തീരുമാനമെടുത്തു. എന്നാൽ പപ്പ വളരെയധികം മമ്മിനെ ഉപദ്രവിക്കുമായിരുന്നു. ഒരു ദിവസം ആരാധന കഴിഞ്ഞ് മമ്മി മടങ്ങി വന്നപ്പോൾ വളരെയധികം പപ്പ ഉപദ്രവിച്ചതിന് ശേഷം മുടിക്ക് കുത്തി വലിച്ച് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ മുഴുവൻ പാടമാണ്, ആ ചെളിയിലൂടെ വലിച്ച് മമ്മീനെ റോട്ടിൽ കൊണ്ട് ഇടുകയും ചെയ്തു. എന്നാൽ ഇതൊന്നും മമ്മിയെ ദൈവസ്നേഹത്തിൽ നിന്ന് പിന്മാറിക്കളയുവാനായിട്ട് ഒരിക്കലും സാധിച്ചില്ല. ഞങ്ങൾ വളരെ കുഞ്ഞുങ്ങളായിരുന്നു, ഞങ്ങൾക്കൊന്നും നോക്കി നിൽക്കുവാനേ കഴിഞ്ഞുള്ളൂ. വളരെ ക്രൂരമായി പപ്പ മമ്മീനെ ഉപദ്രവിക്കുമായിരുന്നു. യേശു ക്രിസ്തുവിനെ എങ്ങനെ ക്രൂശി തറച്ചു അതുപോലെ മമ്മീനെ 2 കൈകളും ജനലയിൽ വടം കൊണ്ട് കെട്ടിയിട്ട് വളരെ അധികം മമ്മീനെ ഉപദ്രവിക്കുക പതിവായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു വലിയൊരു മുട്ടിയെടുത്ത് ആരാധനയ്ക്ക് പോയി എന്നുള്ള ഒരു കാരണത്താൽ മമ്മീനെ ഒരു മുട്ടിയെടുത്ത് ഒറ്റയടിക്കുകയും മമ്മിയുടെ ഒരു കാല് ഒടിഞ്ഞ് ഇങ്ങനെ തൂങ്ങി. അങ്ങനെ വളരെയധികം യേശുവിന് വേണ്ടി ഉപദ്രവം മമ്മി സഹിച്ചു. ഒരു ദിവസം ആരാധനയ്ക്ക് പോകാതിരിക്കാൻ വേണ്ടി ഉള്ള ഡ്രസ്സുകളെല്ലാം എടുത്ത് പപ്പ ചാണാക്കുഴിയിൽ ചവിട്ടിത്താത്തി. എന്നാൽ മമ്മി അന്ന് ആരാധനയ്ക്ക് പോകുവാൻ വേണ്ടി അയൽക്കത്ത് ഒരു സ്ത്രീയുടെ ഒരു സാരി കടം മേടിച്ച് മമ്മി അന്നും ആരാധനയ്ക്ക് പോയി. എന്നാൽ വളരെയധികം പപ്പ ഉപദ്രവിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഞങ്ങൾ മമ്മീനെ ഉപദ്രവിക്കുമ്പോൾ, ഞങ്ങൾ കരയുമ്പോൾ ഞങ്ങളെയും പപ്പ ഉപദ്രവിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. എന്തോ ഒരു ഭയങ്കര പൈശാചികമായ ഒരു രീതി ആയിരുന്നു പപ്പ മമ്മി ആരാധനയ്ക്ക് പോകുന്നത് മുഖാന്തരം പപ്പയ്ക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ഓരോ ദിവസവും മമ്മി വചനം വായിക്കുമ്പോൾ മമ്മിയോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചു കൊണ്ടിരുന്നു. ഇന്ന് നീ ഇങ്ങനെ ചെയ്യണം, ഇന്ന് നിന്നോട് സംസാരിക്കുന്ന ദൈവത്തിന് ഇത്ര സങ്കീർത്തനം വായിക്കണം, ഇത്ര അധ്യായം വായിക്കണം എന്ന് മമ്മിയോട് ദൈവം നേരിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് മമ്മി ആ അധ്യായം എടുത്ത് വായിക്കുമ്പോൾ അത് അന്ന് നടക്കാനുള്ള കാര്യങ്ങൾ മുഴുവൻ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അതിനകത്ത് മമ്മിയോട് ആ സങ്കീർത്തനത്തിൽ നിന്നും അല്ലെങ്കിൽ അധ്യായത്തിലൂടെ മമ്മിയോട് സംസാരിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് ദൈവം മമ്മിയോട് സംസാരിക്കുന്നത് കൊണ്ട് മമ്മിക്ക് ഒരിക്കലും പിന്മാറി പോകാനായിട്ട് ഇടയായിട്ടില്ല. വളരെ ശക്തിയോടെ മമ്മി ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു ദിവസം വളരെ അധികം ഉപദ്രവിച്ച നാട്ടിലുള്ള അന്ന് ആ പ്രദേശത്തുള്ള എല്ലാവരും യാക്കോബ പാരമ്പര്യത്തിലുള്ളവരായിരുന്നു. അവരാരും ഞങ്ങൾക്ക് ആ ഒരു സൈഡ് ഉണ്ടായിരുന്നില്ല. പപ്പയുടെ വീട്ടുകാരോ മമ്മിയുടെ വീട്ടുകാരോ ആരും സൈഡ് ഉണ്ടായിരുന്നില്ല. എന്നാൽ എല്ലാവരും പറഞ്ഞ് അവളെ ഉപേക്ഷിച്ചുകളാം, എന്നിട്ട് നീ വേറെ കല്യാണം കഴിക്കുക എന്ന് പപ്പയോട് വളരെ ആളുകളെല്ലാം പറഞ്ഞു. പക്ഷേ എന്നാൽ മമ്മി വളരെ ശക്തമായി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഒരു ദിവസം പപ്പ മമ്മി ആരാധനയ്ക്ക് പോയി വരുമ്പോൾ പപ്പ മമ്മീനെ കൊല്ലുവാനായിട്ട് ശ്രമിച്ചു. ഒരു വട്ടം മമ്മീനെ കെട്ടിയിട്ട് ഉപദ്രവിച്ചതിന് ശേഷം വളരെയധികം ഉപദ്രവിച്ച് മുഖത്തെല്ലാം നല്ല ക്രൂരമായി മർദ്ദിച്ച് മുഖം മുഴുവൻ ചോര, മേല് മുഴുവൻ ചോര ഒഴുകി അങ്ങനെ വടം കൊണ്ട് ജനലെ കെട്ടിയിട്ടേക്കുവാണ്. ആ സമയത്ത് മമ്മി പപ്പ ഒരു വട്ടം ഉപദ്രവിച്ചതിന് ശേഷം പുറത്തുള്ളൊരു കവലയിൽ പോയിട്ട് വന്നതിന് ശേഷം മമ്മിയെ കൊല്ലുവാൻ വേണ്ടി ഇങ്ങനെ കൊന്നുകളയാൻ വേണ്ടി ആഗ്രഹിച്ച് ഇങ്ങനെ ഇരുന്ന സമയത്ത് ഞങ്ങളെല്ലാം കുഞ്ഞുങ്ങളാണ്. ഞങ്ങളെല്ലാം മമ്മീനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കരഞ്ഞു. മമ്മി, നമുക്കിങ്ങനെ ഇങ്ങനെ ജീവിക്കണ്ട, നമുക്ക് എവിടെയെങ്കിലും പോയി മരിക്കാം, ഇങ്ങനെ നമ്മൾ ഉപദ്രവം കൊണ്ട് ഇങ്ങനെ ഇവിടെ താമസിക്കുന്നതിലും ഭേദം നമുക്ക് എവിടെയെങ്കിലും പോയി മരിക്കാമെന്ന് ഞങ്ങളെല്ലാവരും കൊണ്ട് തീരുമാനിച്ചു. അങ്ങനെ മമ്മിക്ക് നടക്കാൻ പാടില്ല, മമ്മി ഇങ്ങനെ ചോരയിൽ കുളിച്ച് മമ്മി എല്ലായിടത്തും ചോര പൊടിച്ച് അതുപോലെ ഉപദ്രവിച്ച് എല്ലായിടത്തും നീര് വെച്ച് അപ്പം വളരെ ഉപദ്രവിച്ചിട്ട് അങ്ങനെ ആ അവസ്ഥയിൽ മമ്മിക്ക് നടക്കാൻ കഴിയത്തില്ല. എന്നാൽ ഞങ്ങളെല്ലാം കുഞ്ഞുങ്ങളാണ്. ഞങ്ങൾ മമ്മിയോട് പറഞ്ഞ് നമുക്ക് എവിടെയെങ്കിലും പോകാം, നമുക്ക് ഇവിടെ താമസിക്കണ്ട എന്ന് പപ്പ മമ്മീനെ കൊല്ലുവാൻ വേണ്ടിയുള്ള പദ്ധതികളെല്ലാം തയ്യാറാക്കി. കരണം പൊട്ടി മുളക് എന്ന് പറയുന്നത് ഒരു ഭയങ്കര വളരെ കണ്ണ് വരെ മണം കെട്ട പോലും കരണം പൊട്ടിപ്പോകുന്നുള്ളതാണ് അതിൻ്റെ സ്ഥിതി. ആ മുളകും പപ്പ അരച്ചു വെച്ചു. വന്നിട്ട് ശരീരഭാഗത്തിൻ്റെ മർമ്മങ്ങളിലെല്ലാം പുരട്ടിയിട്ട് മമ്മീനെ അത്രയും ക്രൂരമായി ഇത് ചെയ്തിട്ട് മമ്മീനെ കൊന്നുകളയാൻ വേണ്ടി
പപ്പ ഇങ്ങനെ ആഗ്രഹിച്ച് കവലയ്ക്ക് പോയി തിരിച്ചു വരുന്ന സമയത്ത് തിരിച്ചു വരും, അപ്പം തന്നെ വരും, 10 മിനിറ്റിന് ശേഷം തിരിച്ചു വരും. എന്നാൽ ആ സമയത്ത് ഞങ്ങളെല്ലാം മമ്മീനെ കെട്ടിപ്പിടിച്ച് ഞങ്ങൾ ആ മമ്മിയുടെ കൈയെല്ലാം അവിടുന്ന് ഞങ്ങൾക്കൊന്നും അഴിക്കാൻ അറിയത്തില്ല എങ്കിലും ഞങ്ങൾ ആ ഉള്ളതിൽ ഞങ്ങൾ മമ്മീനെ ആ കയറൊക്കെ അഴിച്ച് ഞങ്ങൾ മമ്മീനെ താങ്ങി പിടിച്ച് രാത്രി ഏകദേശം 8 മണിയായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ മമ്മീനെ കൊണ്ട് ഞങ്ങൾ മമ്മിക്ക് നടക്കാൻ പാടില്ല. എൻ്റെ ഏറ്റവും അനിയൻ കുഞ്ഞാണ്, 4 വയസ്സ് മാത്രം പ്രായമുള്ളവന്. എന്നാൽ അവനെയും ഞങ്ങൾ ചേർത്ത് പിടിച്ച് ഞങ്ങൾ രാത്രിക്ക് ഞങ്ങൾക്കറിയത്തില്ല ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ആരും സഹായമില്ലായിരുന്നു, ഒരു മനുഷ്യ പോലും ഞങ്ങളെ സഹായിക്കാനുള്ള ഞങ്ങളെ ഒരു നല്ല വാക്ക് പറയാനില്ലായിരുന്നു. എന്നാൽ എങ്ങോട്ട് പോകണമെന്നറിയാതെ ഞങ്ങൾ രാത്രിയിൽ ഞങ്ങൾ മമ്മീനെ താങ്ങി പിടിച്ച്, മമ്മിക്ക് നടക്കാൻ പാടില്ല പക്ഷെ എന്നാൽ ഞങ്ങൾ താങ്ങി പിടിച്ച് മമ്മീനെ കൊണ്ട് പോയി. ഞങ്ങൾക്ക് ആകെ അറിയാവുന്നത് അവിടെ മണിയിലുള്ള ഒരു IPC ചർച്ചാണ്. അവിടെ രാത്രി ഞങ്ങളവിടെ നടത്തും നെരുങ്ങിയെല്ലാമായിട്ട് ഞങ്ങളവിടെ ഒരു പ്രാന്തത്തിൽ ഞങ്ങളൊരു 10 മണിയായപ്പോഴത്തേക്ക് അവിടെ ചെന്നപ്പോൾ അവിടെയുള്ള ഒരു പാസ്റ്ററിനോട് പറഞ്ഞു. പക്ഷേ പാസ്റ്ററിന് അവിടെ താമസിപ്പിക്കാൻ ആയിട്ടുള്ള ഇതില്ല, ഞങ്ങൾക്ക് എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. പക്ഷേ എന്നാൽ ആ പാസ്റ്റർ തന്നെ ഞങ്ങളെ ഒരു വിശ്വാസികളുടെ ഭവനത്തിൽ ഞങ്ങളെ കൊണ്ട് ചെന്ന് ആക്കി. ഞങ്ങളങ്ങനെ അവിടെ ചില ദിവസങ്ങൾ ഞങ്ങളവിടെ താമസിച്ചു. എന്നാൽ ആ സമയത്ത് പപ്പ ആ പ്രദേശത്തുള്ള എല്ലാവരെയും കൂട്ടി അവിടെ രാത്രി ആ ഭവനത്തിൽ വരികയും അവിടെ ഭയങ്കര ബഹളം ഉണ്ടാക്കുകയും അവിടെ ആ വ്യക്തിയോട് വളരെ മോശമായി പെരുമാറുകയും ചെയ്തു. അങ്ങനെ എന്നാൽ അതുകൂടാതെ പപ്പ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. മമ്മിക്ക് എതിരായി കേസ് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ കുഞ്ഞു പ്രായത്തിൽ ഞങ്ങൾ സർക്കിൾ ഓഫീസിൽ കയറി. എന്നാൽ അവിടെയും പപ്പ അവിടെയെല്ലാം പൈസ കൊടുത്തു. പക്ഷെ എന്നാൽ സർക്കിൾ മമ്മിയോട് വളരെ ചൂടായി ചോദിച്ചു. എന്നാലും മമ്മി പറയും, ഞാൻ മറ്റുള്ള രീതിയിലൊന്നും പോയിട്ടില്ല, എൻ്റെ ദൈവത്തെ സേവിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇറങ്ങി തിരിച്ചു എന്ന് മമ്മി പറയുകയും അദ്ദേഹത്തിന് മറ്റൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായി. എന്നാൽ ഞങ്ങൾ കുഞ്ഞുങ്ങളാണ്, ഞങ്ങൾ പഠിക്കുന്ന ഞങ്ങളുടെ ആ പഠിത്തമെല്ലാം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. എന്നാൽ 6 മാസത്തോളം ഞങ്ങൾ സ്കൂളിൽ പോകാതിരുന്നു. എന്നാൽ അത് കഴിയുമ്പോഴത്തേക്കും അന്ന് 1-2 വിശ്വാസികൾ മാത്രമേ ആ പ്രദേശം ഉണ്ടായിരുന്നുള്ളൂ. അവരെല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് വളരെ ശക്തമായി പ്രാർത്ഥിച്ചു. കർത്താവേ, ഒരു വ്യത്യാസം നീ തരണമെന്ന് പ്രാർത്ഥിച്ചു. 6 മാസത്തോളം പപ്പ തന്നെ ഒറ്റയ്ക്ക് വെച്ചുകൂടിച്ച് പപ്പ വീട്ടിൽ താമസിച്ചു. എന്നാൽ പപ്പയ്ക്ക് ഒരു മാറ്റം ഉണ്ടായില്ല. എന്നെയും എൻ്റെ അനിയനെയും ഞങ്ങളെ 2 അനാഥശാലകളിൽ ഞങ്ങളെ കൊണ്ട് മമ്മി ആക്കി, ഞങ്ങളുടെ പഠിത്തം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി. എന്നാൽ ചേച്ചി മാത്രം മമ്മിയുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അനാഥശാലയിൽ. എന്നാൽ ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ദൈവസ്നേഹം അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടം അല്ലെങ്കിൽ വിശ്വാസികൾ നടത്തുന്ന ഒരു അനാഥാലയമായിരുന്നു അത്. അവിടെ അത് ബദൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന എറണാകുളത്തുള്ള ഒരു സ്ഥാപനമായിരുന്നു. അവിടെ ഞങ്ങൾ കുറേ നാളുകൾ ഞങ്ങളുടെ വിദ്യാഭ്യാസം അവിടെ പഠിക്കുവാൻ തക്കൊണ്ട് ദൈവം ഞങ്ങൾക്കൊരു അവസരം തന്നു. അനിയൻ പായിപ്പാടിൽ ഒരു അനാഥശാലയിൽ അവിടെ പഠിക്കുവാനായിട്ട് എഴുതുന്നു. എന്നതെല്ലാം ദൈവത്തിൻ്റെ ഒരു കരുണ മാത്രമാണ്. എന്നാൽ ഈ സമയങ്ങളിലൊന്നും ഞങ്ങൾക്ക് പപ്പയായിട്ടുള്ള ഒരു കണക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പപ്പ 6 മാസം ഞങ്ങളെല്ലാം വളരെ ശക്തമായി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം പപ്പയുടെ മനസ്സ് ഇങ്ങനെ ദൈവം പപ്പയുടെ മനസ്സിന് വ്യത്യാസം കൊടുത്തു. അങ്ങനെ ഒരു ദിവസം മമ്മീനെ വീട്ടിലോട്ട് വരാൻ പറഞ്ഞ് വിളിച്ചു. എന്നാൽ 6 മാസം കഴിഞ്ഞതിന് ശേഷം മമ്മി ഭവനത്തിലേക്ക് ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ആ ഭവനത്തിലേക്ക് തിരിച്ചു ചെല്ലുവാൻ ദൈവം സഹായിച്ചു. അതിനിടയ്ക്ക് ആളുകളെല്ലാം പറഞ്ഞു, നീ വേറെ കല്യാണം കഴിക്കുക, ഇവർ ഉപേക്ഷിച്ച് എല്ലാവരും പറഞ്ഞു. എന്നാൽ പപ്പയുടെ മനസ്സിലത് ദൈവം തോന്നിച്ചില്ല ഒരു കാരണവശാലും. എന്നാലും ദൈവത്തോ സേവിക്കുന്നതിൽ ഭയങ്കര എതിർപ്പായിരുന്നു പപ്പയ്ക്ക്. കുടുംബക്കാരെല്ലാം യാക്കോബിറ്റുകാർ അവരെല്ലാം എന്തു പറയും എന്നുള്ള ഒരു നാണമായ ഒരു ഇതായിരുന്നു പപ്പയ്ക്ക്. പക്ഷേ എന്നാൽ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഞങ്ങളവിടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കുവാനും ദൈവം ഞങ്ങളെല്ലാം അനാഥമായി പോകും, എല്ലാവരും നശിച്ചു പോകുമെന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷേ ദൈവം ഇന്ന് ഞങ്ങളെ മാനിച്ചു. വളരെ ദൈവത്തിൻ്റെ കരുണ കൊണ്ട് അനാഥശാലയിൽ എനിക്ക് ഇപ്പോൾ +2 വരെ പഠിക്കുവാനും അതിനുശേഷം ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എനിക്ക് നാട്ടിൽ കടന്നു വരുവാനും ദൈവം സഹായിച്ചു. അങ്ങനെ അവിടെ വെച്ച് എനിക്ക് എൻ്റെ ദൈവത്തെ അറിയുവാൻ, ഈ മമ്മി സേവിച്ച ദൈവത്തെ ഇതാണ് സത്യമെന്ന് ആരും പറഞ്ഞിട്ടല്ല, മമ്മി സേവിച്ചത് കൊണ്ടല്ല ഞാൻ ഇറങ്ങി തിരിച്ചത്. എനിക്ക് മനസ്സിലായി ഈ ദൈവമാണ് യഥാർത്ഥ ദൈവം, യേശുവാണ് യഥാർത്ഥ ദൈവമെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു.
അല്ലെ ഞാൻ ഒരു വ്യക്തിയുടെ പ്രേരണ കൊണ്ടോ അല്ലെങ്കിൽ മമ്മി പോയത് കൊണ്ട് മക്കൾ പോയി എന്നുള്ള ഇതിലല്ല ഞാൻ വിശ്വാസത്തിൽ വന്നത്. എന്നാൽ ഹല്ലേലൂയ, എന്നെ മമ്മി സേവിച്ച ദൈവം അല്ലെങ്കിൽ പറയുന്ന വചനം സത്യമാണെന്നെൻ്റെ ഉള്ളിൽ ഹൃദയത്തിൽ തോന്നിയത് കൊണ്ട് മാത്രമാണ് ഈ ദൈവത്തെ സേവിക്കുവാൻ വേണ്ടി എന്ത് എൻ്റെ ജീവിതത്തിൽ വന്നാലും, എത്ര ഭാരങ്ങളോ എത്ര കഷ്ടപ്പാടുകളോ എത്ര ഇത് വന്നാലും ഞാൻ ഈ ദൈവത്തെ ഹല്ലേലൂയ മുറുകെ പിടിച്ചത് ഇതുകൊണ്ട് ദൈവം യഥാർത്ഥ ദൈവം യേശുവാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ്. അല്ലെ മറ്റുള്ള ദൈവങ്ങൾക്കൊന്നും ഞങ്ങളെ സഹായിക്കുവാൻ കഴിഞ്ഞില്ല, യേശുവിന് ഞങ്ങളെ സഹായിക്കുവാൻ കഴിഞ്ഞു. ജീവിക്കുന്ന ഒരു ദൈവം യേശു മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ അവിടെ പഠനം പൂർത്തിയാക്കി. എല്ലാവരും ഞങ്ങളെക്കുറിച്ച് പറഞ്ഞു അവർ നശിച്ചു പോകും, അവർ കൊള്ളരാത്തവരായി പോകുമെന്ന് പറഞ്ഞു. എന്നാൽ ഹല്ലേലൂയ, ദൈവം ഞങ്ങളെ മാനിച്ചു. ഇന്ന് ദൈവം ഞങ്ങളെ എല്ലാ സ്ഥലത്തും മാനിച്ചു. ഇന്ന് എൻ്റെ ഇളയ അനിയൻ ദൈവ ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന ദൈവത്തിൻ്റെ ശുശ്രൂഷകരാണ്. എൻ്റെ ചേച്ചി ഹല്ലേലൂയ ഇന്നും കോട്ടയത്തിനടുത്ത് അവരും ദൈവത്തിൻ്റെ സുശേഷ വേലയിലാണ് അവരുമായിരിക്കുന്ന. എന്നെ ദൈവം അനുഗ്രഹിച്ചു. ഇന്ന് ഞാൻ കുറച്ച് നാളുകൾ ദുബായിൽ ജോലി ചെയ്തു. എന്നാൽ ഇന്ന് ഇംഗ്ലണ്ടിൻ്റെ പ്രദേശത്ത് ദൈവം കുടുംബമായി ദൈവം അടിയനെ മാനിച്ചു. എനിക്ക് ഇപ്പോൾ 2 കുഞ്ഞുങ്ങളുണ്ട്. എൻ്റെ ഭാര്യയുമൊത്ത ഞാനിവിടെ ഇംഗ്ലണ്ടിലായിരിക്കുന്നു. ദൈവം വളരെ ഇന്ന് എൻ്റെ നാട്ടുകാരെല്ലാം അവർ ഈ യഥാർത്ഥ ദൈവത്തെ സേവിക്കാൻ പോയത് അവരുടെ ജീവിതത്തിൽ നന്മയായി. ഞങ്ങളെല്ലാം ഓർത്തവർ നശിച്ചു പോകുന്നു, എന്നാൽ അവർ പോയത് നല്ല വഴിയാണെന്ന് ഞങ്ങളുടെ നാട്ടുകാർ മുഴുവൻ പറയുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. അനേകർ തള്ളിപ്പറഞ്ഞു, അനേകർ പഴിച്ചു. ഹല്ലേലൂയ, ഞങ്ങൾ പോയപ്പോൾ അനേകർ കല്ലെറിഞ്ഞ ആളുകളുണ്ട്, ഞങ്ങളെ മോശമായി സംസാരിച്ച ആളുകളുണ്ട്. എന്നാൽ അവരെല്ലാം മുമ്പിൽ ഇന്ന് ദൈവം ഞങ്ങളെ മാനിച്ചു. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. ഹല്ലേലൂയ, വളരെ കഷ്ടപ്പാടിലൂടെ വളരെ കുഞ്ഞു പ്രായത്തിൽ തന്നെ ഞങ്ങൾ വളരെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഒത്തിരി പണിയെടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞുങ്ങൾ ചെയ്യാത്ത രീതിയിൽ വളരെ അധ്വാനിച്ച് ജീവിച്ച കുഞ്ഞുങ്ങളാണ്. അത് എൻ്റെ ചേച്ചിയും എല്ലാം ഞങ്ങൾ വളരെ അധ്വാനിച്ച് വളരെ കഷ്ടപ്പെട്ട ജീവിതം ഞങ്ങൾ മുന്നോട്ട് നയിച്ചവരാണ്. എന്നാൽ ഇന്ന് ദൈവം ഞങ്ങളെ മാനിച്ചു. നശിച്ചു പോകുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് എല്ലാം ദൈവം ഞങ്ങളെ മാനിച്ച് ഈ പ്രദേശത്ത് ഇന്ന് ദൈവം ഞങ്ങൾ ജയോത്സവമായി വഴി നടത്തുന്നു. ഈ ദൈവം എന്നും ഇന്നേക്കും നമ്മുടെ ദൈവമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഹല്ലേലൂയ, സ്തോത്രം. ഒരു പീഡനത്തിനോ ഒന്നിനും ദൈവ സ്നേഹത്തിൽ നിന്ന് അകറ്റിക്കളയാനായിട്ട് നമ്മളെ സാധിക്കത്തില്ല. യഥാർത്ഥ ദൈവം യേശുവാണ്, യഥാർത്ഥ ദൈവം. ഹല്ലേലൂയ, ഇന്ന് ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും എല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട്. അത് യേശു ഞങ്ങളുടെ ജീവിതത്തിന് ഉള്ളിൽ വന്നതിന് ശേഷം മാത്രമാണ്. എന്നാൽ ഒരു കാലത്ത് ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾക്ക് സമാധാനമില്ല. ഹല്ലേലൂയ, ഭീതിയോടെ എൻ്റെ കുടുംബത്തിൽ എൻ്റെ പപ്പയെ കാണുമ്പോൾ തന്നെ ഹല്ലേലൂയ ഭീതിയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. വൈരാഗ്യമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. എൻ്റെ ജീവിതത്തിലെല്ലാം വളരെ വൈരാഗ്യം എൻ്റെ പിതാവിനോടുണ്ടായിരുന്നു. എന്നാൽ അതനുസരിച്ച് ഞാൻ കുറച്ച് നാളുകളെല്ലാം അഭ്യാസം എല്ലാം കരാട്ട കുറേ നാളുകൾ പഠിക്കുവാൻ പോയി. എന്നാൽ ദൈവം എൻ്റെ ജീവിതത്തിലെല്ലാം മാറ്റം വരുത്തി. ഇന്നൊക്കെ ദൈവത്തെ സേവിക്കുവാൻ, പൂർണ്ണമായി ദൈവത്തെ സേവിക്കുവാൻ തക്കൊണ്ട് എൻ്റെ ജീവിതത്തെ ദൈവം മാറ്റി. അതുകൊണ്ട് എനിക്ക് ജീവിതത്തിൽ വളരെ സന്തോഷമാണ്. പിൽക്കാലത്ത് ഞങ്ങളുടെ പപ്പയ്ക്ക് ദൈവം മാറ്റം കൊടുത്തു. എന്നാൽ ഹല്ലേലൂയ, പൂർണ്ണമായി ഒരു അനുതാപത്തിലേക്ക് പപ്പ വന്നില്ലെങ്കിലും വളരെ പപ്പ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നത് നന്നായി എന്ന് പറയത്തക്ക രീതിയിൽ പപ്പയെ ദൈവം മാറ്റിയെടുത്തു. ഞങ്ങളെ പിന്നെ വീട്ടിൽ ഞങ്ങൾ മടങ്ങി വരുവാനും പപ്പയോട് ഒരുമിച്ച് സന്തോഷത്തോടെ ദൈവത്തെ സേവിക്കുവാനും വളരെ സന്തോഷത്തോടെ ആയിരിക്കുവാനും ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഇടയാക്കി. ഈ ഞങ്ങളുടെ ദൈവത്തെ സേവിച്ച കൊണ്ടുള്ള ഒരു ഗുണം മാത്രമാണ്. അല്ലെങ്കിൽ എൻ്റെ പപ്പയുടെ ആ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ച് ഞങ്ങൾ വളരെ മോശമായ രീതിയിൽ വളരെ റൗഡികളായി പോകേണ്ട ഒരു സാഹചര്യമായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. വളരെ ക്രൂരത്വമായിരുന്നു കുഞ്ഞു മനസ്സിലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ യേശുവിനെ അറിഞ്ഞത് മൂലം ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ ദൈവം മാറ്റം തന്നു. ഞങ്ങൾക്ക് അനുതാപം തന്നു, ഞങ്ങൾക്ക് സന്തോഷം തന്നു, ഞങ്ങൾക്ക് സമാധാനം തന്നു. ഇന്ന് ഹല്ലേലൂയ, പപ്പ 5-6 വർഷത്തിന് മുമ്പ് പപ്പ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. എന്നാൽ ഇന്ന് ഹല്ലേലൂയ, ഞങ്ങൾ ഒരുമിച്ച് വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, യേശു മാത്രമാണ് ദൈവം. അവനാണ് സന്തോഷം തരുന്നത്, അവനാണ് സമാധാനം തരുന്നത്. മറ്റുള്ള ഒരു വ്യക്തിക്ക്, ഒരു ദൈവത്തിന്, ഒരു സഭയ്ക്ക് ഒന്നും ഹല്ലേലൂയ സമാധാന സന്തോഷം തരുവാൻ കഴിയത്തില്ല. എന്നാൽ ഇന്ന് പലകാലം ഹല്ലേലൂയ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളോട് തുറന്നു പറയുന്നത്. യേശുവിൽ കൂടെ മാത്രമേ സന്തോഷമുള്ളൂ, യേശുവിലൂടെ മാത്രമേ സമാധാനം നിങ്ങൾക്ക് തരുവാൻ കഴിയുള്ളൂ, രക്ഷാവങ്കൽ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ, ഇത്രയും ഞാൻ പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ, ഞാൻ അങ്ങനെ യേശുവിനെ ദൈവം എനിക്ക് വളരെ പല പ്രാവശ്യങ്ങൾ
വർഷങ്ങളായിട്ട് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ ആലോചന കേൾക്കുവാൻ ദൈവം എന്നെ നടത്തിയ വിധങ്ങൾ അനവധിയുണ്ട്. അതെല്ലാം എൻ്റെ ജീവിതത്തിൽ വളരെ എക്സ്പീരിയൻസ് ആണ്. ഹല്ലേലൂയ. ദൈവം എന്നോട് നേരിട്ട് സംസാരിച്ച അവസ്ഥകൾ എൻ്റെ ജീവിതത്തിലുണ്ട്. അതെല്ലാം കൊണ്ട് എന്നെ ഇന്ന് ഞാൻ ദൈവത്തിന് വേണ്ടി പിടിച്ചു നിൽക്കുവാൻ ദൈവം എന്നെ സഹായിക്കുന്നു. ഇന്നലെ മാതാവ് സൗഖ്യത്തോടെ ആയിരിക്കുന്നു, ദൈവത്തെ സേവിക്കുന്നുകൊണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നന്മയല്ലാതെ ഹല്ലേലൂയ ഒരു ദോഷവും ദൈവം ഞങ്ങൾക്ക് ചെയ്തിട്ടില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, യേശു മാത്രം ദൈവമെന്ന് ഞാൻ നിങ്ങളോട് ഒരു പ്രാവശ്യം കൂടി എൻ്റെ ജീവിതത്തിൽ അനുഭവമായി ഏറ്റുപറയുന്നു. ഈ ദൈവത്തെ സേവിക്കുവാൻ ഹല്ലേലൂയ നിങ്ങൾ ഏതെങ്കിലും അവസ്ഥകൾ നിങ്ങളായിരിക്കുന്നെങ്കിൽ, സമാധാനമില്ലാത്ത അവസ്ഥയിൽ, സന്തോഷമില്ലാത്ത അവസ്ഥയിൽ ആയിരിക്കുന്നെങ്കിൽ, ഇന്ന് വൽക്കാലം ഞാൻ നിങ്ങളോട് സദുപദേശം പറയുന്നു. ഈ ദൈവത്തെ സേവിക്കുവാൻ ഇറങ്ങിയാൽ ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ആരോഗ്യവും ബലവും എല്ലാം ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ദൈവം നമ്മളെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.